എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് മൈതാനങ്ങളിൽ കളിക്കാർ തങ്ങളുടെ അവസാന തുള്ളി വിയർപ്പും ചോരയും നൽകി പരസ്പരം പോരാടുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ മത്സരശേഷം അരങ്ങേറുന്ന ചില അപൂർവ നിമിഷങ്ങൾ ജയപരാജയങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിനും കായിക സ്പിരിറ്റിനുമാണ് യഥാർത്ഥ വിജയമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇന്നലെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന IPL 2026 ആവേശകരമായ മത്സരം റണ്ണുകളുടെ ഒരു കൂമ്പാരം മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് വരും തലമുറകൾക്കൊരു മാതൃകയായി എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന കായിക സ്പിരിറ്റിന്റെ സുവർണ്ണ ലിപികളാലുള്ള ഒരു പുതിയ ചരിത്രം കൂടിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ ഒരു അത്യുഗ്രൻ ത്രില്ലറിലൂടെ പരാജയപ്പെടുത്തിയെങ്കിലും മത്സരശേഷമുള്ള പ്രസന്റേഷൻ സെറിമണിയിൽ സംഭവിച്ച കാര്യങ്ങൾ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം കവരുകയും സോഷ്യൽ മീഡിയയിലാകെ ഒരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തുകയും ചെയ്തിരിക്കുകയാണ്. മത്സരത്തിന്റെ ആവേശകരമായ സമാപനത്തിനു ശേഷം പ്രസന്റേഷൻ ചടങ്ങിന്റെ ഔദ്യോഗിക സമയമെത്തുകയും ഔദ്യോഗികമായി മാൻ ഓഫ് ദി മാച്ചിനെ പ്രഖ്യാപിക്കാനുള്ള ഊഴം വരികയും ചെയ്തപ്പോൾ സ്റ്റേഡിയത്തിലുള്ള ഓരോ കാണിയും വിദഗ്ധരും കളിക്കാരും വരെ ഈ അഭിമാനകരമായ നേട്ടം ഇഷാൻ കിഷന്റെ കൈകളിലേക്കാണ് പോകുന്നതെന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരുന്നു. അവതാരകൻ ഇഷാൻ കിഷന്റെ പേര് വിളിച്ചയുടനെ മുഖത്തൊരു ശാന്തമായ പുഞ്ചിരിയോടെ അദ്ദേഹം വേദിയിലേക്ക് നടന്നു നീങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആരാധകരുടെ ആരവം വാനോളം ഉയരുകയും എല്ലാവരും ആ വെടിക്കെട്ട് ഇന്നിംഗ്സിലെ നായകനെ അഭിവാദ്യം ചെയ്യുകയുമായിരുന്നു. ഇഷാൻ തന്റെ ട്രോഫിയും ചെക്കും ഏറ്റുവാങ്ങിയ ആ നിമിഷം അവിടുത്തെ അന്തരീക്ഷം പൂർണ്ണമായും ആഘോഷലഹരിയിലായിരുന്നു. എന്നാൽ ഇഷാൻ കിഷൻ മൈക്രോഫോൺ കയ്യിലെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ നിമിഷം അവിടെ ഉണ്ടായിരുന്ന പരിചയസമ്പന്നരായ കമന്റേറ്റർമാരെയും BCCI ഉദ്യോഗസ്ഥരെയും മാച്ച് റഫറിയെയും പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്ത നിശബ്ദത അവിടെ ആകെ പരന്നു. ഇഷാന്റെ ശബ്ദത്തിലുണ്ടായിരുന്ന വിചിത്രമായ ഗൗരവവും സത്യസന്ധതയും അദ്ദേഹം വളരെ വലിയ എന്തോ ഒന്ന് ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. വളരെ ഭാരമേറിയതും ഗൗരവമേറിയതുമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, "ഈ അഭിമാനകരമായ അവാർഡിന് വിധികർത്താക്കൾക്കും മാനേജ്മെന്റിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എന്നാൽ ഞാൻ എന്റെ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഇന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ എന്റെ ഹൃദയം എന്നെ ഒട്ടും അനുവദിക്കുന്നില്ല. ഇന്ന് ജയ്പൂരിലെ ഈ ചരിത്ര മൈതാനത്ത് വെറും 15 വയസ്സുള്ള ഒരു കുട്ടി കാണിച്ച അത്ഭുതം എന്റെ ഇത്രയും നീണ്ട ക്രിക്കറ്റ് കരിയറിൽ ഇന്നുവരെ ഒരു ഇതിഹാസ താരത്തിന്റെ ബാറ്റിൽ നിന്നും ഞാൻ കണ്ടിട്ടില്ല." വളരെ വികാരാധീനനായി ഇഷാൻ തുടർന്നു, "വൈഭവ് സൂര്യവംശി എന്ന ആ യുവതാരം യാതൊരു ഭയവുമില്ലാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളറായ പാറ്റ് കമ്മിൻസിന് മുൻപിൽ തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് 103 റണ്ണിന്റെ ആ സെഞ്ചുറി ഇന്നിംഗ്സ് കളിച്ച രീതിയും പ്രകടിപ്പിച്ച ധൈര്യവും കാണുമ്പോൾ എന്റെ വ്യക്തിപരവും സത്യസന്ധമായ കാഴ്ചപ്പാടിൽ ഈ ആവേശകരമായ മത്സരത്തിന്റെ യഥാർത്ഥ നായകനും അർഹനും അവൻ മാത്രമാണ്." ലോകത്തിനു മുൻപിൽ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഈ മാൻ ഓഫ് ദ മാച്ച് അവാർഡും ബഹുമതിയും വൈഭവ് സൂര്യവംശിക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറുമൊരു സഹതാപത്തിന്റെ പേരിലല്ല ഞാനിത് പറയുന്നത്, മറിച്ച് 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആ ആവേശവും അവന്റെ ആ അവിശ്വസനീയമായ ഇന്നിംഗ്സും എന്റെ പ്രകടനത്തെക്കാൾ വളരെ വലുതും സ്വാധീനമുള്ളതും മുഴുവൻ യുവതലമുറയ്ക്കും പ്രചോദനകരവുമായിരുന്നു എന്നതുകൊണ്ടാണ്. ഇന്നത്തെ രാത്രി വൈഭവിന്റേത് മാത്രമാണ്. ഇഷാന്റെ ഈ അസാധാരണമായ മഹത്വവും മാന്യതയും അന്ന് രാത്രി ക്രിക്കറ്റ് മൈതാനത്ത് മൂല്യങ്ങളുടെ മായ്ക്കാനാവാത്ത ഒരു പുതിയ ചരിത്രമാണ് കുറിച്ചത്. ഇഷാൻ കിഷന്റെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിനു ശേഷം സ്റ്റേഡിയം ഒന്നാകെ എഴുന്നേറ്റ് കൈയടിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപ് സ്വന്തം ടീമിന്റെ തോൽവിയിൽ പൊട്ടിക്കരയുകയായിരുന്ന വൈഭവ് സൂര്യവംശി ഈ വാക്കുകൾ കേട്ട് പൂർണ്ണമായും സ്തംഭിച്ചുപോയി. ഇഷാൻ തന്നെ നേരിട്ട് വൈഭവിനെ വേദിയിലേക്ക് വിളിക്കുകയും ഒരു ജ്യേഷ്ഠനൊപ്പമുള്ള തന്റെ തോളിൽ കൈവച്ച് ആ ട്രോഫി കൈമാറുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് കമന്റേറ്റർ രവി ശാസ്ത്രി വരെ വികാരാതീതനായി. ക്രിക്കറ്റിൽ റെക്കോർഡുകൾ തകരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഇഷാൻ ചെയ്തത് ഈ കളിയുടെ അന്തസ്സിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൈഭവ് ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അവന്റെ കണ്ണുകളിൽ അത്ഭുതത്തിന്റെയും ആദരവിന്റെയും സമ്മിശ്ര ഭാവങ്ങളായിരുന്നു. ഇഷാൻ വൈഭവിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. "ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്നും ചെറിയ സഹോദര, നിനക്കിനിയും ഈ ലോകം മുഴുവൻ കീഴടക്കാനുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പിന്നീട് വെളിവായി. ഇഷാൻ കിഷന്റെ ഈ അതിശയകരവും അപൂർവവുമായ മഹത്വം കേവലം ഒരു ഔദ്യോഗിക അവാർഡോ ട്രോഫിയോ ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് കൈമാറുന്നതിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല, മറിച്ച് ക്രിക്കറ്റ് പോലെയുള്ള ഈ കായിക വിനോദത്തിൽ യുവവും വളർന്നുവരുന്നവരുമായ പ്രതിഭകൾക്ക് യഥാർത്ഥത്തിൽ തിളങ്ങാനും സ്വന്തം മുദ്ര പതിപ്പിക്കാനുമുള്ള സുവർണ അവസരം നൽകുന്ന മഹത്തായ ചിന്തയുടെയും ദീർഘവീക്ഷണത്തിന്റെയും വിജയമായിരുന്നു. ഇന്നത്തെ മത്സരാധിഷ്ഠിത ക്രിക്കറ്റ് ലോകത്ത് കളിക്കാർ തങ്ങളുടെ വ്യക്തിപര കണക്കുകൾക്കും റെക്കോർഡുകൾക്കും മാൻ ഓഫ് ദ മാച്ച് പോലെയുള്ള കിരീടങ്ങൾക്കും പിന്നാലെ പായുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അവിടെയാണ് തോറ്റ ടീമിലെ വെറും 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയുടെ അസാധാരണമായ ആവേശത്തെയും കഴിവിനെയും ഇഷാൻ കിഷൻ ഇത്ര തീവ്രമായി തിരിച്ചറിഞ്ഞതും അവന് പരസ്യമായ ആദരവ് നൽകിയതും. ഇഷാന്റെ ഈ നിസ്വാർത്ഥമായ ചുവടുവെപ്പ് അദ്ദേഹം ഒരു മികച്ച ബാറ്റ്സ്മാൻ മാത്രമല്ല, കളിയുടെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു റിയൽ ജെന്റിൽമാനും വലിയ ഹൃദയത്തിനുടമയുമായൊരു മനുഷ്യനാണെന്ന് ലോകത്തിനു മുൻപിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഇടനടികളിൽ ഇപ്പോൾ ഇഷാൻ കിഷന്റെ ഈ വിശാല മനസ്കതയ്ക്ക് വൻ പ്രശംസയാണ് ലഭിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റത്തിന്റെ ആരാധകരായി മാറിയിരിക്കുന്നു.
മാറിയിരിക്കുന്നു. എല്ലാവരും സ്വന്തം വിജയങ്ങൾ ആഘോഷിക്കുന്ന തിരക്കിലായ ഇന്നത്തെ ഈ ഭൗതിക യുഗത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ കഠിനാധ്വാനത്തെ തന്റെ വിജയത്തിനു മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇഷാൻ കാട്ടിയ ഈ മാതൃക നൂറ്റാണ്ടുകളോളം വാഴ്ത്തപ്പെടുമെന്നാണ് ആരാധകരും കായികപ്രേമികളും പറയുന്നത്. ഇഷാൻ കിഷൻ നൽകിയ അപ്രതീക്ഷിതമായ പ്രോത്സാഹനവും ബഹുമതിയും വൈഭവ് സൂര്യവംശിയുടെ ആത്മവിശ്വാസത്തെ ഏഴാം ആകാശത്തേക്ക് ഉയർത്തുമെന്ന് ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങളും വിദഗ്ധരും ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം ടീമിന്റെ തോൽവിയിൽ തകർന്നു കരയുകയായിരുന്ന 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് തന്റെ റോൾ മോഡലിൽ നിന്ന് ലഭിച്ച ഈ ആദരവ് ഒരു സഞ്ജീവനി സസ്യത്തേക്കാൾ ഒട്ടും പിന്നിലല്ല. തീർച്ചയായും ഈ ഒറ്റ സംഭവം വൈഭവ് സൂര്യവംശിയെ മാനസികമായും മനഃശാസ്ത്രപരമായും വളരെയധികം ശാക്തീകരിക്കും. വരും കാലങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിൽ പ്രചോദനകരവും സുവർണവുമായ ഒരു പുതിയ അധ്യായം എഴുതാൻ അവൻ പൂർണ്ണമായും സജ്ജനാകും. തന്റെ കരിയറിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന അവനെപ്പോലെയുള്ള ഒരു യുവതാരത്തിന് തന്റെ ആരാധനാപാത്രത്തിൽ നിന്ന് ലഭിച്ച ഈ ബഹുമതി ഏതൊരു വലിയ വിജയത്തെക്കാളും വിലപ്പെട്ടതാണ്. ജയ്പൂരിലെ ആ സവായ് മാൻസിംഗ് സ്റ്റേഡിയം ഇന്ന് ചരിത്രപരമായ മഹത്വത്തിന്റെയും രോമാഞ്ചം കൊള്ളിക്കുന്ന വൈകാരിക നിമിഷത്തിന്റെയും ജീവിക്കുന്ന സാക്ഷിയായി മാറി. ഒരു വിജയിച്ച ടീമിലെ നായികൾ തന്റെ വിജയത്തിന്റെ മുഴുവൻ തിളക്കവും തന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലവും വ്യക്തിപരമായ സന്തോഷവും വളർന്നുവരുന്ന ഒരു കൊച്ചു താരത്തിന്റെ പോരാട്ടത്തിനും അവളിലെ കഴിവിനുമായി സമർപ്പിച്ചു. ഇത് കേവലം ഭൗതികമായൊരു പുരസ്കാരമോ ട്രോഫിയോ ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് കൈമാറുന്നതായിരുന്നില്ല, മറിച്ച് സ്ഥാപിതമായൊരു തലമുറ വരാനിരിക്കുന്ന മറ്റൊരു തലമുറയ്ക്ക് അചഞ്ചലമായ വിശ്വാസവും ഉത്തരവാദിത്തവും നിസ്വാർത്ഥമായ ബഹുമാനവും കൈമാറുന്ന ഒരു പവിത്രമായ കാഴ്ചയായിരുന്നു. ക്രിക്കറ്റ് എന്ന ഈ മഹത്തായ കായിക വിനോദത്തിന് ജെന്റിൽമാൻ ഗെയിം എന്ന അതിന്റെ യഥാർത്ഥ പ്രൗഢിയും അന്തസ്സും നൽകുന്നത് ഇത്തരം നിമിഷങ്ങളാണ്. ഇന്നത്തെ ഈ ചരിത്രപരമായ രാത്രി മൈതാനത്ത് പെയ്തിറങ്ങിയ റണ്ണുകളുടെ പ്രളയത്തിന് മാത്രമല്ല, മറിച്ച് ഇഷാൻ കിഷന്റെ വിശാല മനസ്കതയ്ക്കും വൈഭവിനോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ആ മാന്ത്രിക നിമിഷത്തിനും കൂടിയാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി അനശ്വരമായി നിലനിൽക്കുക. കളിസ്ഥലത്തെ ശത്രുതകൾക്കുമപ്പുറം മനുഷ്യത്വത്തിനും പരസ്പരമുള്ള കഴിവുകളെ മാനിക്കുന്നതിനും മുൻഗണന നൽകുന്നതാണ് ഒരു തിരച്ചും കായിക താരത്തിന്റെ ഐഡന്റിറ്റിയെന്ന് ഈ നിമിഷം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇഷാൻ കിഷൻ തന്റെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വൈഭവ് സൂര്യവംശിക്ക് നൽകിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇഷാന്റെ ഈ നടപടി വൈഭവിന്റെ കരിയറിന് ഒരു പുതിയ ദിശ നൽകിയെന്ന് നിങ്ങൾ കരുതുന്നോ? മറ്റ് സീനിയർ താരങ്ങളും ഇതുപോലെ യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ സത്യസന്ധവും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.